കർഷക സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ആപ്സൈറ്റി എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. ഇത് സാധാരണ ആൾക്കാരെല്ലാവരും ഒരു പശ എന്ന രൂപത്തിലാണ് കരുതിയിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഉപയോഗത്തെ പറ്റി ഇന്ന് വിശദമായിട്ട് നമ്മുടെ സന്ദീപ് സാറ് പറഞ്ഞു തരും. അപ്പം ഞാനിത് ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നേരത്തെ പോളിയാറിന് മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാൻ സാധിച്ചാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഉപയോഗങ്ങളും ഉപയോഗ രീതികളും ഇത് ഉപയോഗിച്ചാൽ എന്തെല്ലാമാണ് ഇതിൻ്റെ നേട്ടങ്ങളെന്നും വിശദമായിട്ട് ശ്രീ സന്ദീപ് സാറ് നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ പെട്രോൾ ഡീസൽ ആണെങ്കിൽ എന്ത് പറ്റും, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഇതിപ്പോ ഈ ആപ്സൈറ്റി ഉപയോഗിച്ചു. അതെ അതെ, അതിപ്പോ അവിടെ നനയുന്നുണ്ടോ, സ്പ്രെഡ് ആകുന്നുണ്ടോ? അതായത് ഈ വെള്ളം നമുക്ക് എത്ര നേരം ഇത് കണ്ടോ, ഇത് ആ വെള്ളം നനയുന്നുണ്ട്. അതായത് മറ്റ് ഈ വെള്ളം എന്ന് പറയുന്നത് എത്ര നേരം വേണമെങ്കിലും പടിച്ച് നിൽക്കും. അതേസമയം നമ്മൾ അപ്സൈഡ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കുറയും, കട്ടി കുറഞ്ഞിട്ട് അത് കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിക്കും. അപ്പൊ ഇത് രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് നമ്മൾ മണ്ണിൽ ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം സ്പ്രെഡ് ചെയ്തിറങ്ങും. അപ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന വളവും എന്താവും, സ്പ്രെഡ് ആവും. എല്ലാ വേരുകൾക്കും ഒരേപോലെ വളം എത്താനായിട്ട് അപ്സൈറ്റ് സഹായിക്കും. കണ്ട നനയുന്നുണ്ട്. ഇനി എന്റെ ഒരു സംശയം, നമ്മൾ ഇതിപ്പോ ജീവാണു വളം അതേപോലെ ജൈവവളം ഒക്കെ കലക്കി ഒഴിക്കുക, അതിനെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് അപ്സൈറ്റിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുത്തൊരു പ്രചാരമാണ്. അതായത് ഇതിനെ ഒരു പശയായിട്ട് ഇത് വെക്കും. ശരിക്കും അപ്സൈറ്റി എന്ന് പറയുന്നത് ഒരു പശയല്ല. അപ്സൈറ്റി എന്ന് പറയുന്നത് പെർഫോമൻസ് മാക്സിമൈസർ ആണ്. അതൊരു സ്പ്രെഡറോ പശയോ മാത്രമല്ല. അതില് 10 ഗുണങ്ങളിൽ 2 ഗുണങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രാസവളം വേപ്പറായി പോകുന്നുണ്ട് അല്ലെ. അതായത് ഒരു 30 to 40% രാസവളം വേപ്പറാവും. അതേസമയം നമ്മൾ അപ്സൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിലോ ഈ ഇതേപോലെ സ്പ്രെഡ് ചെയ്തിറങ്ങും. നമ്മള് അപ്സൈറ്റ് മിക്സ് ചെയ്ത് രാസവളത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാല് അലുക്കത്തില്ല. അത് വെള്ളത്തിന്റെ അംശം വന്നാൽ മാത്രമേ അലുക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇടുന്ന വളം വേഗത്തിൽ മണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്തിറങ്ങും. അതേപോലെ സാർ കണ്ടതുപോലെ ഇതേപോലെ എല്ലാ വേരുകൾക്കും കിട്ടത്തക്ക രീതിയിൽ സ്പ്രെഡ് ചെയ്തിറക്കാനുള്ള കഴിവ് അപ്സൈക്കുണ്ട്. അതാണ് ഒരു ഗുണം. അതുപോലെ തന്നെ ജൈവവളത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജൈവവളം മണ്ണിൽ ലയിച്ചു ചേരാൻ കാലതാമസമാണ് അല്ലെ. അതുപോലെ തന്നെ ആട്ടുംകാട്ടും ചാണകം പോലുള്ള കോഴിവളം പോലുള്ളത് പൊടിഞ്ഞു കിട്ടാനും ഭയങ്കര താമസമാണ്. അപ്പൊ അതിനെ പൊടിച്ചെടുക്കാനും, അതായത് മണ്ണ് പൊടിയുന്ന പോലെ നമുക്ക് പൊടിച്ചെടുക്കാനും അത് മണ്ണിൽ വേഗത്തിൽ ലയിച്ചു ചേർന്ന്, അതായത് അത് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺവെർഷൻ നടക്കണം. അതിനെ കൺവെർട്ട് ചെയ്യുന്ന വേഗത കൂട്ടാനും അപ്സൈറ്റി കൊണ്ട് സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് വേഗത്തിൽ റിസൾട്ട് കിട്ടും. അപ്പോ ഇത് മണ്ണിൽ കൊടുക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി ഈൽഡ് കിട്ടും. ഇപ്പൊ നമുക്കൊരു 4 കാ കിട്ടുന്നിടത്ത് നമുക്കതൊരു 6 8 കാ കിട്ടുന്ന രീതിയിലേക്ക് റിസൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് നമ്മൾ വളത്തിന്റെ കൂടെ കൊടുക്കുമ്പോഴാണ്, മണ്ണിൽ കൊടുക്കുമ്പോഴാണ് ആ റിസൾട്ട് വരുന്നത്. അതുപോലെ ഇതിന് വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ മണ്ണിൽ ഈർപ്പം പിടിച്ചു നിർത്തും. ഇതിപ്പോ നമുക്ക് വേനലൊക്കെ വരുന്ന സമയത്ത് അപ്സൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ ഈർപ്പം പിടിച്ചു നിർത്തുന്ന സഹായിക്കും. അപ്പോ ഇപ്പൊ നമ്മള് രാജകുമാരി രാജാക്കാട് സൈഡിലൊക്കെ അങ്ങനെ കൊടുത്തിട്ട് അവർക്ക് ഈ കഴിഞ്ഞതിന്റെ മുമ്പലത്തെ വേനൽ ലാസ്റ്റ് ഒരു വേനൽ വന്നത്, കഴിഞ്ഞ വർഷം കുഴപ്പമില്ലായിരുന്നു, അതിന് മുമ്പലത്തെ വർഷം നല്ല വേനലായിരുന്നു, കുറെ ചെടികൾ പോയി. പക്ഷെ നമ്മുടെ ടീമിന്റെ ഒരാൾക്കും അപ്സ മണ്ണിൽ കൊടുത്തവർക്ക് ആർക്കും ചെടി നഷ്ടപ്പെട്ടില്ല. അവർക്ക് അന്ന് വില വന്ന സമയത്ത് നല്ല വിലയും കിട്ടി. അപ്പൊ അവരുടെ ഒരു അനുഭവങ്ങൾ കൂടെ നമുക്ക് ചോദിച്ചറിയാൻ പറ്റും. ഉറപ്പായിട്ടും അവർക്ക് നല്ല റിസൾട്ടാണ്. അപ്പൊ അത് ഈ മാങ്ങാത്തൊട്ടി സൈഡിലും രാജകുമാരി സൈഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചത്. അതിനുശേഷം നമ്മൾ അത് ആ റിസൾട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പോ എന്റെ ഒരു അനുഭവം പറയട്ടെ. ഇപ്പൊ ഞാൻ 19 എന്ന് പറഞ്ഞൊരു വളവും അതേപോലെ നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ളൊരു വളവും കഴിഞ്ഞ ഇടയ്ക്ക് മാലിമുളകിനും ബീൻസിനും ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സാധാരണ ഗതിയിൽ അത് ഒഴിച്ച് പെട്ടെന്ന് അങ്ങോട്ട് റെഡിയായി പോകേണ്ടതാണ്. അന്ന് തൊട്ട് മഴ അങ്ങോട്ട് തുടങ്ങി. മഴയായി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ആദി കയറി. അപ്പം സാധാരണ നൈട്രജൻ വളം ചെല്ലുമ്പോൾ ഇതൊക്കെ തന്നാണ്ട് സസ്യങ്ങളാണല്ലോ, ഇത് മൊത്തം അഴുകി പോകണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ചീനിയോ ഒരു ബീൻസും അഴുകി പോയിട്ടില്ല. അപ്സ ഉപയോഗിച്ചു. അപ്പം ഞാൻ ഉപയോഗിച്ച് അപ്പം ഈ അന്ന് വരെ ഞാൻ സാധാരണ പോളിയാറിനെ കൊടുത്തോണ്ടിരുന്നത്. പോളിയാറിന് കൊടുത്തോണ്ടിരുന്ന സാധനം നേരെ ഞാൻ ഡ്രെഞ്ചിങ്ങിനും ഉപയോഗിച്ചു തുടങ്ങി.
അപ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എൻ്റെ ഒറ്റ ചീനിയോ ഒന്നും പോയിട്ടില്ല, ഇപ്പം നല്ല ഉന്മേഷമായിട്ട് നിൽപ്പുവാണ്. അപ്പൊ ഇത് അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, അതായത് മാർക്കറ്റിൽ ആംബി അപ്സൈറ്റി എന്ന് പറയുന്നത് അതൊരു സ്പ്രെഡറോ പശ മാത്രമായിട്ടല്ല. പിന്നെ കർഷകനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്സൈറ്റിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അത് ഒറിജിനൽ പ്രോഡക്ട്സ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആംബിയുടെ കാർട്ടൺ ബോക്സിൽ വിത്ത് ബില്ലിൽ നമ്മളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടും. ഇപ്പൊ ഈ വളക്കടയിൽ കൂടെ ഒക്കെ സ്പ്രെഡറാന്ന് പറഞ്ഞുകൊണ്ട് ഈ ആംബിയുടെ സെയിം സ്റ്റിക്കർ, അതിപ്പോ എന്റെ വീട്ടിൽ ഞാൻ നേരത്തെ അതാ ഉപയോഗിച്ചോണ്ട്, പക്ഷെ അതിനത്ര എഫക്ട് ഇല്ലായിരുന്നു. ഇല്ല അതിനകത്തോണ്ട് സാറേ, അതായത് ഇപ്പൊ നമ്മുടെ ഒരു നമ്മുടെ കമ്പനി ഇവിടെ നടത്തിയ ഒരു അന്വേഷണത്തിൽ അറിഞ്ഞത് സ്വന്തമായിട്ട് പാക്ക് സീൽ ഒട്ടിച്ചു. കാരണം ഈ 5 ലിറ്റർ ഇതിന്റെ പേര് മാത്രം മാറ്റമുള്ളൂ. ഇത് 5 ലിറ്ററിന്റെ പാക്കില്ലേ, അത് വാങ്ങിയിട്ട് ഇത് 1 ലിറ്റർ ആക്കി മാറ്റിയിട്ട് സീൽ ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പൊ അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. കാരണം ഇതിന് ക്വാളിറ്റി പ്രോഡക്ട്സിന് എപ്പോഴും എന്തുണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ചിലപ്പോ 800 രൂപയ്ക്ക് 900 രൂപയ്ക്ക് കിട്ടും, അത് 500 രൂപ. അപ്പൊ ഈ സെയിം മണം, മണം കിട്ടും. മണം ഇതേ സെയിം മണം, പക്ഷെ അതിന്റെ പേര് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം, എന്തോ കൃപാകുട്ടി എന്തോ പേരാ. അപ്പൊ നോക്കുമ്പോ ഇതിന്റെ ഈ ചിഹ്നത്തിൽ ചെറിയ മാറ്റമേ ഉള്ളൂ. ഒറിജിനൽ അപ്സ എന്ന് പറയുന്നത് ആംബി അപ്സൈറ്റി ആണ്. ബാക്കി നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് നമുക്ക് കിട്ടണമെങ്കിൽ ഒറിജിനൽ ആയിട്ട് കിട്ടും. അത് കമ്പനിയുടെ ബില്ലില് കമ്പനിയുടെ ബോക്സിൽ നമ്മുടെ വീട്ടിൽ കിട്ടും. അത് മാത്രമാണ് ഒറിജിനൽ. അത് ഡിസ്ട്രിബ്യൂട്ടർ ത്രൂവോ കമ്പനിയുടെ വെബ്സൈറ്റ് ത്രൂ വാങ്ങിക്കാം. കമ്പനിയുടെ വെബ്സൈറ്റ് ത്രൂ വാങ്ങിക്കണമെങ്കിൽ അതിനൊരു ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ആവശ്യമാണ്. അത് ഇപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്, നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 3 ഗുണങ്ങൾ പറഞ്ഞു. ഒന്ന് സ്പ്രെഡ് ചെയ്യുമെന്ന് പറഞ്ഞു, പിന്നെ വളങ്ങൾ പൊടിക്കുമെന്ന് പറഞ്ഞു, പിന്നെ മൂന്നാമത് വെള്ളത്തെ പിടിച്ചു നിർത്തുന്നു. ഇനിയുള്ള 6 മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് മരുന്നടിക്കും. നമ്മള് മരുന്നടിക്കുമ്പോ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലയിൽ ഒരു കോട്ടിംഗ് ഉണ്ടോ അല്ലേ. നമ്മളിപ്പോ ഈ ചേമ്പില ഇത് വെള്ളം, ഈ വെള്ളത്തിലേക്ക് നമ്മൾ മുക്കുക. ഇതിപ്പം വാഴയുടെ കൂമ്പല്, കാരണം ഈ വാഴയുടെ കൂമ്പലെടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയാണ് എന്ത് എല്ലാ തളിരില മരുന്നടിക്കുന്ന തളിരിലയിലാണ് വെള്ളം പിടിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മള് അപ്സൈറ്റി പിന്നെ ഇതിലേക്ക് ഒഴിക്കുവാണ്. ഇപ്പൊ നമ്മൾ അപ്സൈറ്റ് ഉപയോഗിച്ച് ഇത് ഒന്നുകൂടെ കാണിക്കാം. ഈ വെള്ളത്തിലേക്ക് നമ്മൾ വാഴയില മുക്കും, കാരണം ഇത് വെള്ളം പിടിക്കില്ല. അപ്പൊ ഇത് ഒരിക്കലും മറ്റേ വെളിച്ചെണ്ണ. അപ്പൊ ഇതിലേക്ക്, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ കീടനാശിനികൾ മിക്സ് ചെയ്യുന്നത് നമ്മൾ വെള്ളത്തിലാണ്. ഇവിടെയും ഈ സംഭവം ഉണ്ട്. അതായത് സർഫസ് ടെൻഷനുള്ള വെള്ളമാണ് നമ്മൾ കൂടിയ വെള്ളത്തിലാണ് നമ്മൾ ഉപയോഗിച്ച്. അതെ, അപ്പൊ സർഫസ് ടെൻഷൻ കുറഞ്ഞല്ലോ, കട്ടി കുറഞ്ഞു. അതേപോലെ നമ്മൾ മരുന്ന് മിക്സ് ചെയ്യുന്നതും സർഫസ് ടെൻഷൻ കട്ടി കൂടിയ വെള്ളമാണ്. ഇപ്പൊ ഇത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒറ്റ ഷോർട്ടായിട്ട് ചെയ്യുന്നതിനറിയാം, നമ്മൾ ഇതിന്റെ ഇത് വെട്ടിക്കൂട്ടും പരിപാടി ഒന്നുമില്ല. ഒറ്റയായിട്ട് ചെയ്യുവാണെങ്കിൽ ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്തിനാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഓയിൽ ബേസ്ഡ് പൗഡർ ടൈപ്പ് ആയിരിക്കും. ഇത് നമ്മളുടെ ഈ വെള്ളവുമായിട്ട് എന്താവില്ല, പൂർണ്ണമായിട്ടും മിക്സ് ആവത്തില്ല. അപ്പൊ അത് നമ്മൾ കുറെ പ്രാവശ്യം പമ്പ് ചെയ്യേണ്ടി വരും. അതുപോലെ വേപ്പെണ്ണ വെള്ളത്തിൽ നമുക്ക് മിക്സ് ആക്കി എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് നമ്മൾ ഇതിപ്പോ അപ്സൈറ്റി നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിലേക്ക് ഒരു ലേശം ഒഴിക്കുക. അതായത് ആ ഓയിൽ കണ്ടന്റിനെ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ആ വെള്ളവുമായിട്ട് മിക്സ് ആയി. അപ്പൊ ഇത് അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ സംഭവിക്കണം. അതായത് ഒന്നുകൂടെ ഓയിൽ കണ്ടന്റ് വന്ന് അപ്പൊ ഈ ഇലയിൽ എന്ത് പറ്റണം, പിടിക്കാൻ പാടില്ല ഇനി അല്ലെ, കുറച്ചുകൂടെ ഹാർഡ് ആവണ്ടേ പിടിക്കുന്നത്. നമുക്ക് ഇതൊന്ന് നോക്കാം. അതായത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ കംപ്ലീറ്റ് ഇല എന്തായി നനഞ്ഞ് ഒരു തുള്ളി ഫുള്ളായിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അതിന്റെ സ്പ്രെഡ് ചെയ്തിറക്കും. അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇത് കണ്ട, ഇത് ഇപ്പൊ ഡ്രൈ ആയി, പക്ഷെ അത് ഒരിക്കലും പോയിട്ടില്ല. അതെ, ഇലയിൽ അത് പിടിച്ചിരിക്കും. അപ്പൊ ഇത് നമുക്ക് ഫോളിയാറിന്റെ കൂടെ ഒക്കെ സ്പ്രേ ചെയ്യാം, കീടനാശിനി കളനാശിനിയുടെ കൂടെ ഒക്കെ സ്പ്രേ ചെയ്യാം. അതായത് ഇത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് ഇപ്പുറത്ത് വന്നു, ആ സമയം ഇത് നനഞ്ഞിട്ട് പോലും നമ്മൾ വെള്ളം ഒഴിച്ചത് സാധാ വെള്ളം ഒഴിച്ചത് അത് അപ്സോ ഉപയോഗിച്ചത് സ്പ്രെഡ് ചെയ്ത് ഇറങ്ങി എന്റെ താഴത്തെ ലെയറിൽ എത്തിയത്. അതാണ്